ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വരുന്നത് B1 ലെവലിൽ മസ്റ്റായിട്ടിരിക്കുന്ന ഒരു ഗ്രാമർ പോർഷനാണ്. അതായത് ഇൻഫിനിറ്റി മിറ്റ്സും നമ്മൾ B2വിലും വേണം. അത്യാവശ്യം എല്ലാ കാര്യത്തിനും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഗ്രാമാറ്റിക് പോർഷനാണ് ഇത്. അപ്പം എക്സാമിനൊക്കെ ആണെങ്കിലും ഒക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നതും പിന്നെ പറയാനും എഴുതാനും എല്ലാത്തിനും കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നൊരു ഗ്രാമാറ്റിക് പോർഷനാണ് ഇത്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ഇത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പം ഇച്ചിരി ലെങ്തി ആയിരിക്കും. അപ്പം അതനുസരിച്ച് ഞാൻ ഫാസ്റ്റിൽ എല്ലാ കാര്യങ്ങളും പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇൻഫിനിറ്റി മിറ്റ്സും എന്താണെന്ന് നോക്കാം. ഇൻഫിനിറ്റി മിറ്റ്സും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ സെൻറ്റൻസിൽ രണ്ട് വെർബിനെ ആഡ് ചെയ്ത് എങ്ങനെ നമുക്ക് സെൻറ്റൻസ് മേക്ക് ചെയ്യാമെന്നാണ് ഈ ഇൻഫിനിറ്റി മിറ്റ്സുവിൽ പറയുന്നത്. ഓക്കെ, ഇൻഫിനിറ്റി മിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ആയിട്ടും വെർബ് വരും, അതുപോലെ സൂ ഇടും. അതാണ് സംഭവം. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ് ഇൻഫിനിറ്റി മിറ്റ്സ് വരുന്നതെന്ന് ചുമ്മാ എക്സാമ്പിൾ നോക്കാം. ഇഷ് ഹാബെ ലുസ്റ്റ് ഇൻസ് കീനോ സു ഗയൻ. കണ്ടോ, രണ്ട് വെർബ് അവിടെ വന്നു. ആദ്യമത്തെ വെർബ് എന്താണ്? ആ സെൻറ്റൻസിൻ്റെ ഒരു മൂവ് ചെയ്യുന്ന ഒരു വെർബാണ് ഹാബൻ എന്നുള്ളത്. അത് ആ സബ്ജക്റ്റിനെ നോക്കി നമ്മൾ ഹാബെ എന്ന് കോൺജുഗേറ്റ് ചെയ്ത് സെക്കൻഡ് പൊസിഷനിൽ വന്നു. പിന്നെ അതിൽ മെയിനായിട്ട് വരുന്നത് എന്താ? മെയിൻ വെർബ് ഗെയിൻ എന്നുള്ളതാണ്. അത് ആമൻ്റെ പോയി ആ ആമൻ്റെ ഇൻഫിനിറ്റി ഫോമിൽ പോകുമ്പം അതിന് മുമ്പായിട്ട് തന്നെ സൂ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അതാണ് ഇൻഫിനിറ്റി മിറ്റ്സും. ഇനി അടുത്ത എക്സാമ്പിൾ കൊണ്ട് നോക്കാം. അടുത്തതാണ് ഇഷ് ഹാബെ ഐനെ മൊക്കിഷ്കൈറ്റൻ നാക് ടോയ്ഷ്ലാൻഡ് സു ഗെയർ. ഓക്കെ, എനിക്ക് ഒരു പോസിബിൾ ഉണ്ട് എന്ന് ടോയ്ഷ്ലാൻഡിലേക്ക് പോകാൻ. ഹാബെ എന്നുള്ള വെർബും ഉണ്ട് അവിടെ, അതുപോലെ തന്നെ ഇൻഫിനിറ്റി ഫോമിൽ ആമൻ്റെയിൽ ഗെയൻ എന്നുണ്ട്, അതിന് മുമ്പായിട്ട് സൂവും ആഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിതിന് ഓരോ ഒരു സ്പെഷ്യൽ കേസ് പോലെ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്താണ് നാക് ഹൈനം നോമൻ. അതായത് നോമൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ ഹാബനായിരിക്കും ചേർക്കുന്നത്. നോമൻ്റെ കൂടെ എപ്പോഴും ഹാബനായിരിക്കും വരുന്നത്. ഹാബൻ എന്നുള്ള വെർബായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം നോമൻ എന്ന് പറയുമ്പം ഫസ്റ്റത്തെ നോമനാണ് ഇവിടെ. ദെൻ വുഞ്ച് എന്ന് പറയുന്നത്. വുഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹം. ഓക്കെ, വുഞ്ച് എന്നുള്ള നൗണിൻ്റെ കൂടെ നമ്മളെപ്പോഴും ഹാബൻ എന്നുള്ള വെർബേ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് വരുമ്പോൾ എങ്ങനെ നമുക്ക് സെൻറ്റൻസ് ഇൻഫിനിറ്റി മിറ്റ്സുവിൽ എഴുതാമെന്ന് നോക്കാം. ഇഷ് ഹാബെ ദെൻ വുഞ്ച്. എനിക്ക് ഒരു വുഞ്ച് ആഗ്രഹമുണ്ട്, അതിന് പിസ സു ഹെസൻ. ഓക്കെ, പിസ കഴിക്കാൻ. അപ്പോൾ സു ഹെസൻ എന്നുള്ളത് ഇൻഫിനിറ്റി ഫോമിൽ ഹെസൻ വന്നു. പിന്നെ എന്താണ്? സബ്ജക്റ്റിനനുസരിച്ച് ഹാബൻ എന്നുള്ള വെർബ് ഹാബെ എന്ന് ഫസ്റ്റ് പൊസിഷൻ, അതായത് ഫസ്റ്റ് സെൻറ്റൻസിൽ കോൺജുഗേറ്റ് ചെയ്ത് എഴുതി. ഇഷ് ഹാബെ ഐനൻ വ്യുഞ്ച്. എനിക്ക് വ്യുഞ്ച് ഉണ്ട്. എന്ത്? നാക് ടോയ്ഷ്ലാൻഡ് സു ഫ്ലീഗൻ. എനിക്ക് ടോയ്ഷ്ലാൻഡിലേക്ക് ഫ്ലീഗൻ പറക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, അടുത്തതാണ് ദി മോക്ലിഷ്കൈറ്റൻ. അതാണ് അടുത്ത നോമൻ വരുന്നത്. അതിൻ്റെ കൂടെയും ഹാബൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ നോമൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹാബൻ ആയിരിക്കും അവിടുത്തെ കോൺജുഗേഷൻ വെർബ് വരുന്നത്. അതുപോലെ കോമയും ആഡ് ചെയ്യണം. ഓക്കെ, ഈ ഹാബ ആനെ മോക്ലിഷ്കൈറ്റൻ. എനിക്കൊരു പോസിബിലിറ്റി ഉണ്ട്. ദിസ് ബസൂഹൻ. നിന്നെ ബസൂഹൻ മീറ്റ് ചെയ്യാനായിട്ട്. അടുത്ത എക്സാമ്പിളാണ് ഈ ഹാബ ആനെ മോക്ലിഷ്കൈറ്റ് നാക് ടോയ്ഷ്ലാൻഡ് ഫ്ലീഗൻ. എനിക്ക് ടോയ്ഷ്ലാൻഡിലേക്ക് ഫ്ലീഗൻ ചെയ്യാനുള്ള ഒരു മോക്ലിഷ്കൈറ്റും ഉണ്ട്. ഓക്കെ, രണ്ട് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. അപ്പം നൗൺ വരുവാണെങ്കിൽ കോമ വേണം. അടുത്ത മൂന്നാമത്തേതാണ് ലുസ്റ്റ്. ലുസ്റ്റിൻ്റെ കൂടെ ഹാബൻ. ഓക്കെ, ലുസ്റ്റ് എന്നുള്ള നോമൻ്റെ കൂടെ ഹാബൻ വരും. ഈ ഹാബെ ലുസ്റ്റ്. എനിക്ക് ഒരു ആഗ്രഹം, ലുസ്റ്റ് ഉണ്ട്. മീൻസ് കീനോ സു ഗയൻ. കീനോയ്ക്ക് പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ആശുതു ലുസ്റ്റ് ഐനെ ഫിലിം സു സേഹൻ. എനിക്ക് ഫിലിം കാണാനായിട്ട് ആഗ്രഹമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അങ്ങനെ വരും, സു ആഡ് ചെയ്ത്. അല്ലാതെ നമുക്ക് സെൻറ്റൻസ് പറയുമ്പോഴാണ് സാധാരണ രീതി പോലെ വരുന്നത്. അടുത്തത് ഇവിടെ നമ്മൾ കുറച്ചുകൂടെ നോമൻസ് കൊടുത്തിട്ടുണ്ട്. സ്പാസിൻ്റെ കൂടെ ഹാബൻ വരും, സൈറ്റിൻ്റെ കൂടെ ഹാബൻ വരും, അങ്സ്റ്റിൻ്റെ കൂടെ ഹാബൻ വരും. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ ഹാബൻ ആയിരിക്കും വരുന്നത്. അടുത്തത് രണ്ടാമത്തതാണ്. രണ്ടാമത്തെ സ്പെഷ്യൽ കേസ് അല്ലെങ്കിൽ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാക് ഹൈനം വെർബിന് ശേഷം എന്താണ്? കോമ വരും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് വെർബാണ് ഔഫ്യോറൻ. ഔഫ്യോറൻ എന്ന് പറയുന്ന ഒരു ട്രംബാരൻ വെർബാണ്. അതുപോലെ തന്നെ മീനിങ് വരുന്നത് ടു സ്റ്റോപ്പ് എന്നാണ്. പിന്നെ സെൻറ്റൻസ് എങ്ങനെ നമുക്ക് ഇൻഫിനിറ്റി മിറ്റ്സുവിൽ വെച്ച് നോക്കാം എഴുതുന്നതെന്ന്.
ഇഷ് ഹ്യോറെ ഔഫ് കോമ. ട്രംപാരൻ വെർബ് ആയതുകൊണ്ട് അവിടെ ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ നമ്മൾ ആ ട്രംപാരൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. എന്നിട്ട് കോമയും ഇടുക. ഓക്കെ. ഇഷ് എന്നുള്ള കോൺജുഗേഷൻ വരുന്നത്, ഇഷ് എന്ന സബ്ജക്റ്റിന് ഹ്യോറൻ എന്നുള്ള കോൺജുഗേഷൻ വരുന്നതാണ് ഹ്യോറെ. എന്നിട്ട് ഔഫ് എന്നുള്ള പ്രിഫിക്സ് ആഡ് ചെയ്തു. എന്നിട്ട് കോമ. സു റൗഹൻ, റൗഹൻ ടു സ്മോക്ക്. എനിക്ക് റൗഹൻ സ്റ്റോപ്പ് ചെയ്യണം. അടുത്തത് രണ്ടാമത്തത് ഹ്യോട്ട് ഹൗഫ് ഡോയിഷ് ടു ലേണൻ. എനിക്ക് എന്താണ് ഡോയിഷ് ലേണൻ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യണം. എനിക്കെന്നല്ല, അവന് ഹ്യോട്ട് എന്നാണ് വന്നേക്കുന്നത്. രണ്ടാമത്തതാണ് ഫോർ ഹാവൻ എന്ന് പറയുന്ന വെർബ്, അതായത് ടു പ്ലാനൻ എന്നാണ്. ഇതും ട്രംപാരൻ വെർബാണ്. ഫോർ ഹാബൻ. എക്സാമ്പിൾ നോക്കാം. ഇഷ് ഹാബെ ഫോർ കോമ einen പാർട്ടി സു ഓർഗനൈസിeren. ഞാനൊരു പാർട്ടി ഓർഗനൈസിeren ചെയ്യാൻ എന്താണ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫോർ ഹാബ് എന്ന് പറഞ്ഞാൽ പ്ലാൻ എന്നാണ്, അതായത് ടു പ്ലാൻ എന്നാണ് മീനിങ് വരുന്നത്. അത് ട്രംപാരൻ വെർബ് ആയതുകൊണ്ട് ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ അത് നമ്മൾ എന്താണ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ. അടുത്ത ഒരു എക്സാമ്പിൾ വരുന്നതാണ് ആസ്ക് ടു ഫോർ കോമ einen ഔട്ടോ കൗഫൻ. എന്താണ് ഒരു ഔട്ടോ കാറ് കൗഫൻ ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെ പ്ലാൻ ചെയ്യുന്നുണ്ടോ. ഓക്കെ. അപ്പോൾ ഇവിടെ കണ്ടോ, ട്രംപാരൻ വെർബ് വരുമ്പോൾ ട്രംപാരൻ വെർബ് യൂസ് ചെയ്തിട്ട് വേണം വെർബ് യൂസ് ചെയ്യാൻ. അടുത്തത് മൂന്നാമത്തത് ബിഗിനൻ എന്ന് പറഞ്ഞ വെർബാണ്. ബിഗിനൻ എന്ന് പറഞ്ഞാൽ ടു ബിഗിൻ അല്ലെങ്കിൽ സ്റ്റാർട്ട്. അപ്പം ബിഗിനെ എന്ന് ബിഗിനെ കോമ ടോയ്സ് ടു ലേണൻ. ടോയ്സ് പഠിക്കാനായിട്ട് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇഷ് ഹാബെ ബെഗൊന്നെ കോമ ഡോയ്സ് ടു ലേണൻ. അങ്ങനെയും പറയാം. അതായത് പാർട്ടിസിപ്പ് സോയി ബിഗിന്നെ എന്നുള്ളതിൻ്റെ പാർട്ടിസിപ്പ് സോയി ആണ് ബെഗൊന്നൻ. അപ്പോൾ ഇവിടെ ബെഗൊന്നൻ എന്നുള്ള വെർബ് എന്താണ് ഇഷ് എന്നുള്ള സബ്ജക്റ്റിനെ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ ബെഗൊന്നെ എന്ന് വരുന്നു. ഓക്കെ. ബെഗൊന്നെ കോമ ഡോയ്സ് ടു ലേണൻ. ഓക്കെ. അടുത്തത് വരുന്നതാണ് അൻഫാഗൻ. അൻഫാഗൻ എന്ന് പറഞ്ഞാൽ ടു സ്റ്റാർട്ട് എന്ന് തന്നെയാണ് മീനിങ് വരുന്നത്. ഫാഗൻ എന്നുള്ള വെർബും അൻ എന്നുള്ളത് പ്രിഫിക്സുമാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുക. ഫാഗൻ അൻ കോമ ഡോയ്സ് ടു ലേണൻ. ഡോയ്സ് പഠിക്കാൻ അവൾ എന്താണ് തുടങ്ങുന്നുള്ളൂ, അല്ലെ അവർ തുടങ്ങുന്നുള്ളൂ. ഓക്കെ. അടുത്തതാണ് എന്താണ് ഇവിടെ ചുമലയിൽ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്താണ് ട്രംപാരൻ വെർബ് വരുമ്പോഴത്തേനും ഓപ്ഷൻസിൽ തന്നെ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് നേബൻ സെൻസി വേണം നമ്മൾ സൂ ആഡ് ചെയ്ത് അടുത്ത വെർബ് ഇൻഫിനിറ്റീവ് ഫോമിൽ എഴുതാനായിട്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി, നമുക്ക് ഇൻഫിനിറ്റീവ് മിക്സു ആഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ പറ്റും. അടുത്ത അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് വരുന്നത്. അഞ്ചാമത്തെ ഒരു വെർബാണ് എർലൗബൻ. എർലൗബൻ എന്ന് പറഞ്ഞാൽ ടു അലൗ എന്ന്, അതായത് ഡാറ്റീവ് വെർബാണത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ സെൻറ്റൻസ് എഴുതേണ്ടി വരും, ഡാറ്റീവ് സെൻറ്റൻസ് എഴുതേണ്ടി വരും. അടുത്താണ് എംഫലൻ എന്ന് പറഞ്ഞാൽ ടു റെക്കമെൻഡ് എന്നാണ്, ഡാറ്റീവ് വെർബാണ്. അടുത്താണ് ബിറ്റൻ എന്ന് പറഞ്ഞാൽ ടു റിക്വസ്റ്റ്, അത് അക്യൂസാറ്റീവ് വെർബാണ്. അടുത്തതാണ് മൂന്നാമത്തെ സ്പെഷ്യൽ കേസ് എന്ന് വെച്ചാൽ സൈൻ ഫിൻഡൻ. സൈനിന് ശേഷം നമുക്ക് ഫിൻഡൻ അല്ലെങ്കിൽ വെർബ് പ്ലസ് അഡ്ജക്റ്റീവ് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. സൈനിൻ്റെ കൂടെ നമ്മൾ അഡ്ജക്റ്റീവ് ആഡ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ നോക്കാം. എസീസ് വിസ്റ്റിക്. കണ്ടോ, എസീസ് വിസ്റ്റിക് കോമ ഏതന്ത ദി ഹൗസ് ഓഫ് ഗാബെ ആഹൻ. ഗാബൻ എന്നുള്ളത് ചേർത്ത് എഴുതണം, അത് സ്പ്ലിറ്റ് ചെയ്തല്ല എഴുതേണ്ടത്. ഇവിടെ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് വരുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ ദിവസവും ഹോംവർക്ക് ചെയ്യണം എന്നുള്ളത്. അടുത്തതാണ് എസ് ഈസ് നോട്ട് വെൻറ്റിക്. അത് വളരെ നെസസറിയാണ്. യോഗ സുമാഹൻ. യോഗ ചെയ്യണം എന്നുള്ളത് വളരെ ആവശ്യമാണ്. അടുത്തതാണ് ഇൻഫിനിറ്റി ഓനേസു എന്ന് പറഞ്ഞാൽ അവിടെ സു ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്ന കേസസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കേസാണ് മൊഡാൽ വെർബ് ആ സെൻറ്റൻസിൽ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ സു ആഡ് ചെയ്യത്തില്ല. എർമൂസ് ആർബൈറ്റൻ എന്നുള്ളിടത്ത് എർമൂസ് സു ആർബൈറ്റൻ അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. ഓക്കെ. സു ആഡ് ചെയ്യാൻ പറ്റിയില്ല. അടുത്താണ് ഫുൾ ടു റൈൻ എന്നുള്ള ഗ്രാമാറ്റിക് പോർഷനിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല, സു ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്തതാണ് ഗെബ്ലാങ് ഹോസെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെർബുകളിനെ എല്ലാം കൂടെ കൂട്ടി പറയുന്നതാണ് ഗെബ്ലാങ് ഹോസെന്ന്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേ എന്ന് പറഞ്ഞാൽ ഗേയൻ, ലാ എന്ന് പറഞ്ഞാൽ ലാസൻ ടു ലീവ്,
BL എന്ന് പറഞ്ഞാൽ ബ്ലൈബൻ, ഹോ എന്ന് പറഞ്ഞാൽ ഹ്യോറൻ, സേ എന്ന് പറഞ്ഞാൽ സേഹൻ. അപ്പോൾ ഇതൊക്കെയാണ് വെർബുകളായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സെൻറ്റൻസിൽ ഈ വെർബുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇൻഫിനിറ്റീവ് മിറ്റ്സു യൂസ് ചെയ്യില്ല. അത് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പം ഒരു എക്സാമ്പിൾസ് നോക്കാം. ഗെയൻ എന്ന് പറഞ്ഞാൽ ഗെയസ് വിമൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത് മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.